ഹലോ മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് പ്ലസ് ടു മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിൽ റിലേഷൻ എന്ന് പറയുന്ന സെക്ഷൻ ആണ്. പ്ലസ് വണ്ണിൽ നമ്മൾ റിലേഷൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ പ്ലസ് വണ്ണിൽ പഠിച്ചത് എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നും അതേപോലെ തന്നെ റിലേഷൻ ഫംഗ്ഷൻ എന്താണെന്നും അതേപോലെ ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലസ് വണ്ണിൽ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ പ്ലസ് ടുവിൽ ഈ ചാപ്റ്ററിൽ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻ എന്ന സെക്ഷൻ മാത്രമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് അല്ലെ. എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്? രണ്ട് സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1, 2 എന്നും അതേപോലെ ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് ഉണ്ട്, സെറ്റ് 3, 4. രണ്ട് സെറ്റുകൾ തന്നാല് ആ രണ്ട് സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എ ക്രോസ് ബി എന്ന്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. എന്താണ് എ ക്രോസ് ബി? എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും തമ്മിലാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുക്കുന്നത്. അതായത് എയിലത്തെ എല്ലാ എലമെന്റ്സിനെയും ബിയിലത്തെ എല്ലാ എലമെന്റ്സ് കൊണ്ടും എന്ത് ചെയ്യണം? ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് എഴുതണം. സെറ്റ് എയിലത്തെ ഓരോ എലമെന്റ്സിനും സെറ്റ് ബിയിൽ നിന്നും എന്തെഴുതണം? ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് എഴുതണം. അതായത് അപ്പൊ എങ്ങനെ വരും ആ സെറ്റ്? 1, 3 ഓർഡേർഡ് പെയർ 1, 3. അടുത്തത് 1, 4. 1 എന്ന് പറയുന്ന എലമെന്റുമായിട്ടുള്ള ഓർഡേർഡ് പെയേഴ്സ് കഴിഞ്ഞു അല്ലെ. ഇനി അടുത്ത എലമെന്റ് എ എന്ന് പറയുന്ന സെറ്റിൽ 2 ആണ്. 2ന് എന്ത് ചെയ്യാ? സെറ്റ് ബിയിലത്തെ എലമെന്റ്സുമായിട്ട് ഓർഡേർഡ് പെയേഴ്സ് ആക്കി എഴുതാ. അതായത് 2, 3, 4 എന്ന് വരും. ഇതാണ് എന്തെന്ന് പറയുന്നത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എയും ബിയും രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ടാകും. എ ക്രോസ് ബി എന്നാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനെ ഡിനോട്ട് ചെയ്യുക. അതായത് എന്താണ്? എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ സെറ്റ് എയിൽ നിന്നും സെറ്റ് ബിയിലത്തെ എല്ലാ എലമെന്റ്സും ആയിട്ട് എന്ത് ചെയ്യണം? എലമെന്റ്സിനെ ഓർഡേർഡ് പെയേഴ്സ് ആക്കി സെറ്റിന്റെ ഉള്ളിൽ എഴുതുന്ന ഫോർമാറ്റ് ആണ് എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി റിലേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് എന്തെന്ന് പറയുന്നത് റിലേഷൻ എന്ന് പറയുന്നത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലുള്ള എല്ലാ എലമെന്റ്സും റിലേഷനിൽ വരണമെന്ന് നിർബന്ധമില്ല. എന്തായിരിക്കും? റിലേഷൻ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇനി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിലത്തെ എല്ലാ എലമെന്റ്സിനും സെറ്റ് എയിൽ നിന്നും ബിയിലോട്ടാണ് ഫംഗ്ഷൻ പറഞ്ഞെങ്കിൽ എയിലത്തെ എല്ലാ എലമെന്റ്സിനും ബി എന്ന് പറയുന്ന സെറ്റിൽ എന്തുണ്ടാവണം? യുണീക്ക് ഇമേജ് ഉണ്ടാകണം. ഇനി ഡൊമെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ആദ്യം ഓർഡേർഡ് പെയേഴ്സിൽ ആദ്യം എഴുതുന്നത് ആരാണോ അവരാണ് എന്ത്? ഡൊമെയിൻ. രണ്ടാമത്തെ എലമെന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? കോഡൊമെയിൻ. രണ്ടാമത്തെ എലമെന്റ്സിനാണ് എന്തെന്ന് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ആണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലേക്കാണ് ഫംഗ്ഷൻ നമ്മൾ പറയുന്നതെങ്കിൽ രണ്ടാമത്തെ ഈ സെറ്റിലത്തെ എല്ലാ എലമെന്റ്സിനെയും കൂടെ ഒരു സെറ്റിന്റെ ഉള്ളിൽ എഴുതിയാൽ അതാണ് എന്തെന്ന് പറയുന്നത്? കോഡൊമെയിൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിരുന്ന കാര്യങ്ങളാണ്. ഫംഗ്ഷൻ എന്താണെന്നും റിലേഷൻ എന്താണെന്നും അതേപോലെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്നും ഒക്കെ. ഇനി നമ്മൾ ഇവിടെ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടുല്, അതായത് പ്ലസ് ടുല് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് റിലേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻ എന്ന് പറയുന്ന സെക്ഷൻ മാത്രമാണ്. അപ്പൊ ടൈപ്സ് ഓഫ് റിലേഷൻ, അതായത് റിലേഷൻ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? റിഫ്ലെക്സീവ് റിലേഷൻ. ഫസ്റ്റത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈപ്പ് റിഫ്ലെക്സീവ്. രണ്ടാമത്തത് സിമെട്രിക്. അടുത്തതാണ് എന്ത്? ട്രാൻസിറ്റീവ്. ഒരു റിലേഷൻ 3 ടൈപ്പ് ഉണ്ട്: റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇനി ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, അങ്ങനെ 3 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഇങ്ങനെ വന്നാൽ ഈ 3 റിലേഷനെയും കൂടെ എന്തെന്ന് നമ്മൾ വിളിക്കും? ഇക്വാലൻസ് റിലേഷൻ എന്നും വിളിക്കും. ഇനി ഫസ്റ്റ് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് റിലേഷൻ. ഫസ്റ്റ് വൺ റിഫ്ലെക്സീവ് റിലേഷൻ. ഒരു റിലേഷനെ എപ്പോഴാണ് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കുന്നത്? നോക്കിയേ, എ ഈക്വൽ ടു എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് സെഡ് ടു ബി റിഫ്ലെക്സീവ് ഇഫ് എ
element of R for every A element of A. അതായത് ഒരു റിലേഷൻ R എന്ന് പറയുന്ന ഒരു റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലത്തെ എലമെന്റ്സുകളെല്ലാം ഓർഡേർഡ് പെയേഴ്സ് ആയിരിക്കും അല്ലെ. ഒരു റിലേഷന്റെ ഉള്ളിൽ എഴുതുന്ന എലമെന്റ്സുകളെല്ലാം എന്തായിരിക്കണം? ഓർഡേർഡ് പെയേഴ്സ് ആയിരിക്കും. അതിൽ എ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിൽ ആ റിലേഷൻ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. 1 2 3 4 എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്ന സെറ്റ് എങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 ആണെങ്കിൽ ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവണം? 1 1 2 2 3 3 4 4. അതായത് എ എന്ന് പറയുന്ന എലമെന്റ് എന്തിലുണ്ടാവണം? ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടാകണം. ഫോർ എവരി എ എന്ന് പറയുന്നത് എന്തിലത്തായിരിക്കണം? നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സെറ്റിലത്തതായിരിക്കണം. ഫോർ എവരി എ എലമെന്റ് ഓഫ് എ. അതാണ് ഇവിടെ ഉള്ളത്. എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 4 എന്ന് പറയുന്ന എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓർഡേർഡ് പെയേഴ്സ് 1 1 2 2 3 3 4 4. ഇത് 4 ഓർഡേർഡ് പെയേഴ്സും ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടെങ്കിൽ അത്തരം റിലേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കാം. ഇനി ഇതിൽ 1 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഉണ്ടായില്ല. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 എന്നാണ്. 1 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഇല്ല. ബാക്കി 2 2 3 3 4 4 എന്ന് പറയുന്നത് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ റിലേഷൻ എന്താകൂല? റിഫ്ലെക്സീവ് ആകൂല. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എത്തെ എല്ലാ എലമെന്റ്സും വരുന്ന ആ ഓർഡേർഡ് പെയർസ് എ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർസ് എന്തിലുണ്ടാകണം? ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടാകണം. ഇനി രണ്ടാമത്തെ റിലേഷൻ നോക്കാം. സിമെട്രിക് റിലേഷൻ. A relation R in a set A is said to be symmetric if AB element of R that implies BA element of R for every A, B element of A. അതായത് ഒരു സെറ്റ് R എന്ന് പറയുന്ന ഒരു റിലേഷൻ സിമെട്രിക് റിലേഷൻ എന്ന് പറയണമെങ്കിൽ എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആറിലുണ്ടെങ്കിൽ, ആർ എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് എന്ന് പറയുന്നെങ്കിൽ എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടെങ്കിൽ എന്തും കൂടി ഉണ്ടായിരിക്കണം? അത് തിരിച്ചിട്ടത്. അതായത് ബി എ എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും എവിടെ തന്നെ ഉണ്ടാകണം? ആറിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അതെന്താകുള്ളൂ? ഒരു സിമെട്രിക് റിലേഷൻ ആവുള്ളൂ. എ ബി ഉണ്ടെങ്കിൽ എന്തും കൂടെ വേണം? ബി എയും വേണം. എങ്കിലേ ആ തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക് എന്ന് പറയുള്ളൂ. ഇനി ഈ എയും ബിയും എന്തായിരിക്കുള്ളൂ? നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സെറ്റിത്തെ എലമെന്റ്സ് ആയിരിക്കണം. ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. 1 2 3 എന്നാണ് എയുടെ എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആർ എന്ന് പറയുന്ന റിലേഷൻ എന്താണ്? ഓർഡേർഡ് പെയർ 1 2 2 1 1 3 3 1 2 3 3 2. അതായത് 1 2 എന്ന് പറയുന്ന എലമെന്റ് ആറിൽ ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? അത് തിരിച്ചിട്ടത് അല്ലെ. അതായത് ഏതായിരിക്കും? 2 1. ഇത് രണ്ടും ആർ എന്ന് പറയുന്നതിൽ ഉണ്ടാവണം. അതേപോലെ 1 3 ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? 3 1 ഉണ്ടാകണം. 2 3 ഉണ്ടെങ്കിൽ 3 2 വരണം. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ആ റിലേഷൻ സിമെട്രിക് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് എ ബി എന്ന് പറയുന്ന എലമെന്റ് ആറിൽ ഉണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്ന എലമെന്റും എന്തിലുണ്ടായിരിക്കണം? ഓർഡേർഡ് പെയർ എന്തിലുണ്ടായിരിക്കണം? ആറിൽ ഉണ്ടാകണം. എങ്കിലേ ആ റിലേഷൻ സിമെട്രിക് റിലേഷൻ എന്ന് പറയുള്ളൂ. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കാം. മൂന്നാമത്തത് ട്രാൻസിറ്റീവ് റിലേഷൻ. അതായത് ഒരു റിലേഷൻ എപ്പോഴാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്? ഓക്കെ, എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് സെഡ് ടു ബി ട്രാൻസിറ്റീവ് ഇഫ് എ കോമ ബി element of R, if A comma B element of R, B comma C element of R, that implies A comma C element of R for every A B C element of A. അതായത് R എന്ന് പറയുന്ന ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ആറിത്തെ എലമെന്റ് എ ബി എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ആറിലുണ്ട്. അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്ന വേറൊരു ഓർഡേർഡ് പെയറും ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തും കൂടി ഉണ്ടാവണം? എ സി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആർ എന്ന് പറയുന്ന
റിലേഷനിൽ ഉണ്ടാകണം. എങ്കിലേ ആ റിലേഷന് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുള്ളൂ. എന്തായിരുന്നു? R എന്ന് പറയുന്ന ഒരു റിലേഷന് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയണമെങ്കിൽ ആറിലത്തെ ഓർഡേർഡ് പെയർ, അതായത് ആറിലത്തെ എലമെന്റ്സ് ഓർഡേർഡ് പെയർ AB ആറിലുണ്ട്, BC എന്ന് പറയുന്ന വേറൊരു എലമെന്റും ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ AC എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എന്തിലുണ്ടാവണം? R എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എന്താവുള്ളൂ? ട്രാൻസിറ്റീവ് റിലേഷൻ ആകുള്ളൂ. ഇനി അടുത്തത് ഇക്വാലൻസ് റിലേഷൻ. A relation R in a set A is said to be equivalence relation if R is reflexive, symmetric and transitive. അതായത് ഒരു റിലേഷൻ എന്താണ്? ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയണമെങ്കിൽ ആ റിലേഷൻ എന്തായിരിക്കണം? റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഇത് മൂന്നും ആണെങ്കിലേ ആ റിലേഷൻ എന്തെന്ന് വിളിക്കുള്ളൂ? ഇക്വാലൻസ് റിലേഷൻ എന്ന് വിളിക്കുള്ളൂ. അപ്പൊ എന്തായിരുന്നു? റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? A എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആറിൽ ഉണ്ടാവണം ഫോർ എവരി A എലമെന്റ് ഓഫ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സെറ്റ് A എന്ന് പറയുന്ന സെറ്റിൽത്തതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ റിഫ്ലെക്സീവ്. ഇനി സിമ്മട്രിക് എന്തായിരുന്നു? AB R എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടെങ്കിൽ എന്ത്? BA അത് തിരിച്ചിട്ട ഓർഡേർഡ് പെയർ അല്ലെ, BA എന്ന് പറയുന്നതും എന്തിലുണ്ടാകണം? ആറിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എന്തെന്ന് വിളിക്കും? സിമ്മട്രിക് റിലേഷൻ എന്ന് വിളിക്കും. അടുത്തത് ട്രാൻസിറ്റീവ് എന്തായിരുന്നു? AB എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആറിലുണ്ട്, അതേപോലെ തന്നെ BC എന്ന് പറയുന്ന വേറൊരു ഓർഡേർഡ് പെയറും R എന്ന് പറയുന്ന റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ AC എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും എന്തിൽ തന്നെ ഉണ്ടാവണം? R എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ട്രാൻസിറ്റീവ് എന്ന് വിളിക്കും. ഇനി ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആകണം, സിമ്മട്രിക് ആകണം, ട്രാൻസിറ്റീവ് ആകണം. ഈ മൂന്ന് റിലേഷനും കൂടെ, ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും കൂടെ ആണെങ്കിലേ ആ റിലേഷൻ എന്ന് പറയുള്ളൂ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുള്ളൂ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. Show that the relation R in the set 1, 2, 3 given by R equal to 1, 2, 1 is a symmetric but neither reflexive nor transitive. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? Show that the relation R in the set 1, 2, 3 നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ എലമെന്റ്സ് ആണ് 1, 2, 3 given by R എന്ന് പറയുന്ന റിലേഷനും നമുക്ക് തന്നിട്ടുണ്ട്. R equal to set 1, 2, 1. ഇനി is symmetric but neither reflexive nor transitive. അതായത് തന്നിരിക്കുന്ന റിലേഷൻ സിമ്മട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം, പിന്നെന്താണ്? റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്നും പ്രൂവ് ചെയ്യണം. ഇനി എങ്ങനെ ഇത് പ്രൂവ് ചെയ്യും? സിമ്മട്രിക് ആണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? സിമ്മട്രിക് എന്ന് വെച്ചാൽ എന്തായിരുന്നു? AB എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ R എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്? BAയും എന്തിൽ തന്നെ ഉണ്ടാകണം? ആറിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എന്താകുള്ളൂ? സിമ്മട്രിക് എന്ന് വരുള്ളൂ. ഇനി ഇവിടെ നോക്കാം, 1, 2 അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിലത്തെ ഓർഡേർഡ് പെയർ എടുത്തു. 1, 2 എന്ന് പറയുന്നത് ആറിലുള്ള ഒരു ഓർഡേർഡ് പെയർ ആണ്, അല്ലെങ്കിൽ R എന്ന് പറയുന്ന റിലേഷനിൽ ഒരു എലമെന്റ് ആണ് 1, 2. അങ്ങനെയാണെങ്കിൽ ഇത് സിമ്മട്രിക് ആവണമെങ്കിൽ എന്തായിരിക്കണം? 2, 1 എന്ന് പറയുന്നതും എന്തിൽ തന്നെ ഉണ്ടാവണം? R എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടാകണം. R എന്ന് പറയുന്ന റിലേഷനിൽ എന്തുണ്ട്? 2, 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഉണ്ട് അല്ലെ. 1, 2 എടുത്തപ്പോ 2, 1 എന്ന് പറയുന്നത് അതിനെ തിരിച്ചിട്ട് ഓർഡേർഡ് പെയറും എവിടെ തന്നെ ഉണ്ടെന്ന് കിട്ടി? R എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണെന്ന് പറയാം? Therefore R is symmetric. R സിമ്മട്രിക് ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ബട്ട് നൈദർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്. അതായത് റിഫ്ലെക്സീവ് അല്ലാന്നും ട്രാൻസിറ്റീവ് അല്ലാന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്തൊക്കെ വരണമായിരുന്നു? A എന്ന് പറയുന്ന എലമെന്റ് ആറിൽ ഉണ്ടാവണമായിരുന്നു ഫോർ എവരി A എലമെന്റ് ഓഫ് R ആയിരിക്കണം. അതാണ് റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ അല്ലെ. ഇവിടെ നോക്കിയേ, 1, 1 എന്ന് പറയുന്ന എലമെന്റും 2, 2 എന്ന് പറയുന്ന എലമെന്റും 3, 3 എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും എന്തിലില്ല? നമുക്ക് തന്നിരിക്കുന്ന റിലേഷനിലുള്ള സെറ്റിലില്ല. അതുകൊണ്ട് ഇത് 3 ഓർഡേർഡ് പെയർസും നോട്ട് ആൻ എലമെന്റ് ഓഫ് R എന്നാണ് അല്ലെ. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ AA, അതായത് 1, 1,
2 2 3 3 എന്ന് പറയുന്ന എലമെന്റ്സുകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കണമായിരുന്നു? R എന്ന് പറയുന്ന റിലേഷനിൽ വരണമായിരുന്നു. അതുകൊണ്ട് ഈ എലമെന്റ്സ് ആറിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് എന്തായിരിക്കും? R is not reflexive. R is not reflexive എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ്? ട്രാൻസിറ്റീവ് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. ഇവിടെ നോക്കാം. R ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആറിലുണ്ട്, ബി സി എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും ആറിലുണ്ടെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് എന്തും കൂടി ഉണ്ടാവണമായിരുന്നു? എ സി എന്ന് പറയുന്ന എലമെന്റും ആറില് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ? ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആവുള്ളൂ. ഇവിടെ നോക്കാം. ആർ എന്ന് പറയുന്നതില് എ ബി എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്തെടുത്തു? 1 2 എന്ന് പറയുന്നത്. എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയറിന് പകരം 1 2 1 2 എന്ന് പറയുന്നത് ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി സി, അതായത് 2 വെച്ചിട്ട് തുടങ്ങുന്നത് അല്ലെ, 2 1 എന്ന് പറയുന്നതും എന്തിലുണ്ട്? R എന്ന് പറയുന്ന റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തും കൂടെ വരണമായിരുന്നു? 1 2 ആറിലുണ്ട്, 2 1 ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 1 എന്ന് പറയുന്നത് അല്ലെ, എ സി എന്നല്ലേ വരേണ്ടത്? എ സി എന്ന്, അതായത് 1 1 എന്ന് പറയുന്നതും എന്തില് വരണമായിരുന്നു? ആറില് വരണമായിരുന്നു. പക്ഷെ ആറിലുണ്ടാ? ഇല്ല. അതുകൊണ്ട് 1 1 നോട്ട് ആൻ എലമെന്റ് ഓഫ് R എന്നാണ്. 1 1 എന്ന് പറയുന്ന എലമെന്റ് ആറിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെന്തായേനെ? ട്രാൻസിറ്റീവ് ആയേനെ. 1 1 എന്ന് പറയുന്നത് എന്തിലില്ല? R എന്ന് പറയുന്ന റിലേഷനിൽ ഇല്ല. അതുകൊണ്ട് R എന്ന് പറയുന്നത് എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. R ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Show that the relation R in the set A equal to 1 2 3 4 defined as the relation R equal to set 1 1 2 2 3 3 4 4 1 2 2 1 is an equivalence relation. അതായത് R എന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന റിലേഷൻ എന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇക്വാലൻസ് റിലേഷൻ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇക്വാലൻസ് റിലേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കണം? ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയണമെങ്കിൽ R എന്ന് പറയുന്നത് എന്തായിരിക്കണം? റിഫ്ലെക്സീവ് ആകണം, സിമെട്രിക് ആകണം, ട്രാൻസിറ്റീവ് ആകണം അല്ലെ. അതായത് എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി? റിഫ്ലെക്സീവ് ആണെന്ന് തന്നിരിക്കുന്ന റിലേഷൻ R എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം, അതേപോലെ ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ എന്തെന്ന് കിട്ടും? അത് ഇക്വാലൻസ് ആണെന്ന് കിട്ടും. ഇനി R എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്തായിരിക്കണം? എ എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് R ആയിരിക്കണം അല്ലെ. ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന സെറ്റ് 1 1 2 3 4 ആണ്. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് വരണം? 1 1 വരണം, 2 2 3 3, പിന്നെ ഏതും കൂടെ വരണം? 4 4. എല്ലാ എലമെന്റ്സിന്റെയും ഓർഡേർഡ് പെയേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് 1 1 2 2 3 3 4 4 എലമെന്റ് ഓഫ് R ആയതുകൊണ്ട് R എന്താണെന്ന് കിട്ടി? R ഈസ് റിഫ്ലെക്സീവ്. R എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എന്തായിരുന്നു? ഇക്വാലൻസ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എന്ത് പ്രൂവ് ചെയ്യണം? സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. സിമെട്രിക് എന്ന് വെച്ചാൽ എന്തായിരുന്നു? എ ബി എലമെന്റ് ഓഫ് R ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ബി എ എന്ന് പറയുന്നത് എന്തിൽ തന്നെ ഉണ്ടാകണം? R ൽ തന്നെ ഉണ്ടാകണം. ഇവിടെ നോക്കാം. 1 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഉണ്ട് അല്ലെ. 1 2 എലമെന്റ് ഓഫ് R ആണ്. അങ്ങനെയാണെങ്കിൽ സിമെട്രിക് ആണെങ്കിൽ എന്തും കൂടെ വരണമായിരുന്നു? 1 2 ആറിലുണ്ടെങ്കിൽ 2 1 അതിനെ തിരിച്ചെഴുതുന്നത് 2 1 എന്ന് പറയുന്നതും R ൽ തന്നെ ഉണ്ടാവണം. 2 1 എവിടെ ഉണ്ട്? R ൽ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ ദാറ്റ് ഇംപ്ലൈസ് 2 1 എലമെന്റ് ഓഫ് R എന്ന് വരും. അപ്പൊ അതെന്താണെന്ന് കിട്ടി? സിമെട്രിക് ആണെന്ന് കിട്ടി. അടുത്തത് ഇനി നമുക്ക് ട്രാൻസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം. ഇക്വാലൻസ് ആവാൻ ഇനി ട്രാൻസിറ്റീവ് എന്നും കൂടെ പ്രൂവ് ചെയ്യണം. അതായത് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? എ ബി എന്ന് പറയുന്നത് R ലുണ്ട്, അതേപോലെ അടുത്ത ഓർഡേർഡ് പെയർ ബി സി എന്ന് പറയുന്ന വേറൊരു ഓർഡേർഡ് പെയറും R എന്ന് പറയുന്ന റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തും കൂടി ആയിരിക്കണം? എ സി എന്നത് R ലുണ്ടായിരിക്കണം അല്ലെ. അങ്ങനെയാണ്. ഇവിടെ ഓർഡേർഡ് പെയർ എടുത്ത് നോക്കാം. 1 2 എന്ന് പറയുന്ന എലമെന്റ് R എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി സി, അതായത് ഏത് എടുത്തു? ബി സിക്ക് പകരം ഇവിടെ എ ബി എന്നുള്ളതിന് 1 2 എന്ന് എടുത്തു. അപ്പൊ ബി സി എന്ന് പറയുന്നത് വേറൊരു എലമെന്റ് 2 1
എലമെന്റ് ഓഫ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് വരണം? AC വരണം. അതായത് ഇവിടെ A എടുത്തേക്കണ 1 ആണ്, അതേപോലെ C എടുത്തേക്കണത് ഇവിടെ ഏതാണ്? 1 ആണ്. അതായത് 1 1 എന്ന് പറയുന്നത് എവിടെ ഉണ്ടാകണം? ആറിൽ ഉണ്ടാകണം. 1 1 എലമെന്റ് ഓഫ് ആർ ആണ്. അത് നമുക്ക് അറിയണതാണ് അല്ലെ. 1 1 എന്ന് പറയുന്നത് എവിടെ ഉണ്ട്? ആർ എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അതുകൊണ്ട് എന്തായി? ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ്. ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന റിലേഷൻ ആറ് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി, സിമ്മട്രിക് ആണെന്ന് കിട്ടി, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ റിലേഷൻ നമ്മൾ എന്ത് പേര് വിളിക്കും? ഇക്വാലൻസ് റിലേഷൻ എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നിരിക്കുന്ന റിലേഷൻ ആറ് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കിട്ടി. Therefore R is equivalence റിലേഷൻ. ആർ എന്ന് പറയുന്നത് ഇക്വാലൻസ് റിലേഷൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേട്ടോ. കൺസിഡർ ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ 1 2 3 etc 14 ഡിഫൈൻഡ് ആസ് ദ ആർ ഈക്വൽ ടു സെറ്റ് ordered pair xy such that 3x minus y equal to 0. Check whether R is reflexive, symmetric, transitive. അതായത് ഒരു സെറ്റ് തന്നിട്ടുണ്ട്, എ എന്ന് പറയുന്ന സെറ്റ്. അതിലത്തെ എലമെന്റ്സ് 1 മുതൽ 14 വരെ 14 വരെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ A to A ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തായിരിക്കണം? ആർ എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ XY സച്ച് ദാറ്റ് എന്താണ്? 3x minus y equal to 0 എന്നാണ്. ഇനി തന്നിരിക്കുന്ന ആ റിലേഷൻ, ആർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ആ റിലേഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യണം, ചെക്ക് ചെയ്യണം. ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നോക്കാം. ആർ എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് ഓർഡേർഡ് പെയർ XY സച്ച് ദാറ്റ് 3x minus y equal to 0 ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? 3x minus y equal to 0. ഈ y ഈക്വലിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാലോ. അപ്പൊ അതെന്തെന്ന് വരും? 3x equal to നെഗറ്റീവ് y ആണ്, ഇപ്പുറത്ത് പോയപ്പോൾ അത് പോസിറ്റീവ് y ആയി, ഈക്വൽ ടു y എന്നായി. ഇനി ഈ എക്സും വൈയും നമ്മൾ എവിടെ നിന്നാണ് എടുക്കേണ്ടത്? എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ് വരേണ്ടത് അല്ലെ. അതായത് എക്സിന് വാല്യൂ കൊടുക്കേണ്ടത് എവിടത്തായിരിക്കണം? എക്സ് എന്ന് പറയുന്നത് ഏഴത്തെ എലമെന്റ്സ് ആയിരിക്കണം. അപ്പൊ കറസ്പോണ്ടിങ് വൈ കിട്ടും. അത് എവിടെ തന്നെ ആയിരിക്കണം? എക്സും വൈയും ഏഴത്തെ എലമെന്റ് ആയിരിക്കണം. ഇനി ഇവിടെ നോക്കിയേ, എക്സിന് ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ എലമെന്റ് 1 കൊടുത്തു. എക്സ് ഈക്വൽ ടു 1, സെറ്റിലത്തെ എലമെന്റ് 1 കൊടുത്തു. അപ്പൊ എന്ത് കിട്ടും? 3 into 1 ഈക്വൽ ടു 3. അതായത് എക്സിന് 1 കൊടുത്തപ്പോ വൈ എന്തെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. അതായത് ആറില് ഫസ്റ്റത്തെ ഓർഡേർഡ് പെയർ കിട്ടി. എക്സിന് 1 കൊടുത്തപ്പോ കറസ്പോണ്ടിങ് വൈ 3 വന്നു. ഇനി അടുത്തത് എക്സിന് x ഈക്വൽ ടു 2 കൊടുക്കുക. എക്സിന് അടുത്ത വാല്യൂ, സെറ്റിത്തെ അടുത്ത വാല്യൂ 2 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? വൈ, അതിന്റെ കറസ്പോണ്ടിങ് വൈ എന്ന് പറയുന്നത് 3 into 2, അതായത് 6 കിട്ടും. അപ്പൊ അടുത്ത ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിന് 2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 6. അപ്പൊ 2 6. ഇനി നെക്സ്റ്റ് എക്സിന് ഏത് കൊടുക്കണം? എക്സിന് അടുത്ത വാല്യൂ ഏത് കൊടുക്കണം? 3 കൊടുക്കണം. എക്സിന് 3 കൊടുക്കുമ്പോ y ഈക്വൽ ടു 3 into 3 എത്രയാണ് കിട്ടാ? 9 കിട്ടും. അതായത് അടുത്ത എലമെന്റ് കിട്ടി. എക്സിന് 3 കൊടുക്കുമ്പോ വൈയുടെ വാല്യൂ 9. ഇനി അടുത്ത വാല്യൂ എന്ത് കൊടുക്കണം? എക്സിന് 3 കഴിഞ്ഞാല് അടുത്ത സെറ്റിത്തെ അടുത്ത എലമെന്റ് 4 ആണ് അല്ലെ. അപ്പൊ എക്സിന് അടുത്ത എലമെന്റ് 4 കൊടുക്കുക. അപ്പൊ അതിന് കറസ്പോണ്ടിങ് y എന്ന് പറയുന്നത് എന്തായിരിക്കും? y ഈക്വൽ ടു 3x എന്നാണ്. അതായത് 3 into x. അപ്പൊ 3 into 4 എത്രയാണ്? 12. അപ്പൊ ഇവിടുത്തെ അടുത്ത എലമെന്റ് കിട്ടി 4ഉം 12ഉം. അതായത് എക്സിന് 4 കൊടുത്തപ്പോ വൈയുടെ വാല്യൂ 12 കിട്ടി. ഇനി അടുത്തത് എക്സ് ഈക്വൽ ടു ഏതാണ് കൊടുക്കേണ്ടത്? 5. എക്സിന്റെ വാല്യൂ 5 കൊടുക്കുക. അപ്പൊ കറസ്പോണ്ടിങ് വൈ എന്ത് കിട്ടും? വൈ എന്ന് പറയുന്നത് 3x ആണ്. 3 into 5 എന്ന് വരും. 3 into 5 എത്രയാണ്? 15. അതായത് ഓർഡേർഡ് പെയർ എന്തെന്ന് കിട്ടും? എക്സിന് 5 കൊടുത്തപ്പോ വൈയുടെ വാല്യൂ 15 കിട്ടി.
ഇനി ഇവിടെ നോക്കാം. നമ്മൾ ഇവിടെ എക്സിനും വൈക്കും എടുക്കുന്ന വാല്യൂസ് ഏതായിരിക്കണം? സെറ്റ് എയിലത്തതായിരിക്കണം അല്ലെ. എ എന്ന് പറയുന്ന സെറ്റ് പക്ഷെ എന്താണ് 1 മുതൽ 14 വരെ അല്ലേ വന്നേക്കണത്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന എക്സിന് 5 എന്ന് പറയുന്ന നമ്പർ കൊടുത്തപ്പോ കറസ്പോണ്ടിങ് വൈ കിട്ടിയത് എത്രയാണ്? 5 15 ആണ്. 15 എന്ന് പറയുന്നത് എന്തിലില്ല? എ എന്ന് പറയുന്ന സെറ്റിലില്ല. എ എന്ന് പറയുന്ന സെറ്റില് 14 വരെ ഉള്ളൂ, 14 വരെ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ ഓർഡേർഡ് പെയർ എന്തിൽ വരൂല? റിലേഷനില് വരൂല. കാരണം എന്താണ്? റിലേഷൻ എന്ന് പറയുന്നത് 3x - y എന്ന് പറയുന്നത് 0 കിട്ടണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേർഡ് പെയേഴ്സ് ആയിരിക്കണം. 15 എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരൂല? എ എന്ന് പറയുന്ന സെറ്റിൽ ഇല്ലാത്തത് കൊണ്ട് എക്സിനും വൈക്കും എടുക്കുന്ന വാല്യൂസ് എ എന്ന് പറയുന്ന സെറ്റിലത്തതായിരിക്കണം. അതുകൊണ്ട് 15 എയിൽ ഇല്ലാത്തത് കൊണ്ട് ഇനി ഇവിടെ നിന്നുള്ള ഓർഡേർഡ് പെയേഴ്സ് ഒന്നും എന്തിൽ വരൂല? R എന്ന് പറയുന്ന റിലേഷനിൽ വരൂല. അപ്പൊ ആറിൽ ഏതൊക്കെ എലമെന്റ്സ് ഉള്ളൂ? ഓർഡേർഡ് പെയർ 1 3 2 6 3 9 4 12 എന്ന് വരെ ഉള്ളൂ. ഇനി ഈ തന്നിരിക്കുന്ന ഈ റിലേഷൻ എന്താണെന്ന് നോക്കണം നമുക്ക്. റിഫ്ലെക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കിയേ, ഇതില് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആറിൽ ഉണ്ടാകണം അല്ലെ. എ എന്ന് പറയുന്നത് ആറിൽ ഉണ്ടാവണമെങ്കിൽ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഇതില് ഒരു എലമെന്റ്സും 1 1 ഇല്ല, 2 2 ഇല്ല. അതേപോലെ ഒരു എലമെന്റ്സും എന്തിലില്ല? 14 വരെ ഉള്ളത് ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഇല്ല. അതുകൊണ്ട് എ നോട്ട് എൻ എലമെന്റ് ഓഫ് ആർ. ദാറ്റ് ഇംപ്ലൈസ് ആർ ഈസ് എന്താണ്? R is not reflexive. അങ്ങനെ കിട്ടും. ഇനി അടുത്തത് നോക്കിയേ. അടുത്ത എലമെന്റ് 1 3 എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് സിമ്മട്രിക് ആണോ എന്നാണ് നോക്കേണ്ടത്. സിമ്മട്രിക് ആവാൻ എന്തായിരിക്കണം? എ ബി എന്ന് ആറിൽ ഉണ്ടെങ്കിൽ, എ ബി എന്ന് പറയുന്ന എലമെന്റ് ആറിൽ ഉണ്ടെങ്കിൽ എന്തും കൂടി ഉണ്ടാവണം? ബി എ എന്ന് പറയുന്നതും ആറില്, ബി എന്ന് പറയുന്നതും എന്തിലുണ്ടാവണം? ആറിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അത് സിമ്മട്രിക് ആവുള്ളൂ. ഇവിടെ നോക്കാം. 1 3 ഒരു ഓർഡേർഡ് പെയർ ഞാൻ എടുത്തു. 1 3 എന്ന് പറയുന്നത് ആറിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സിമ്മട്രിക് ആവണമെങ്കിൽ എന്തും കൂടെ വരണമായിരുന്നു? 3 1 എന്ന് പറയുന്നതും എന്തിലുണ്ടാവണം? അതിന് തിരിച്ചെഴുതിയ ഓർഡേർഡ് പെയർ അല്ലെ. 3 1 എന്ന് പറയുന്നതും എന്തിലുണ്ടാവണം? ആറിൽ ഉണ്ടാവണമായിരുന്നു. 3 1 എന്ന് പറയുന്നത് ആറിലുണ്ടാ ഇല്ല. 3 1 നോട്ട് എൻ എലമെന്റ് ഓഫ് ആർ എന്ന് വന്നു. 3 1 എന്ന് പറയുന്നത് ആറിൽ ഇല്ലെങ്കിൽ അതെന്താകൂല? സിമ്മട്രിക് ആകൂല. അപ്പൊ ഈസ് നോട്ട് സിമ്മട്രിക് എന്ന് കിട്ടി. ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ആണോ എന്നാണ് നോക്കാം. ഇത് നമുക്ക് നോക്കേണ്ടത് ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. അതിനെന്ത് ചെയ്യാ? എ ബി എലമെന്റ് ഓഫ് ആർ കോമ ബി സി, രണ്ട് ഓർഡേർഡ് ബേസ് എ ബി ബി സി എന്ന് പറയുന്നത് ആറിൽ ഉണ്ടെങ്കിൽ എന്തും കൂടെ ആയിരിക്കണം? എ സി എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കാം. 1 3 എടുത്തു, എലമെന്റ് ഓഫ് ആർ എന്ന് കിട്ടി. 1 3 എന്ന് പറയുന്നത് ആദ്യത്തെ എലമെന്റ് ആണ്. അതുപോലെ തന്നെ വേറൊരു എലമെന്റ് 3 9 എന്ന് പറയുന്നത് ആദ്യത്തെ എലമെന്റ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ 1 3 എലമെന്റ് ഓഫ് ആർ ഉണ്ട്, 3 9 എലമെന്റ് ഓഫ് ആർ ഉണ്ട്. ഇത് ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്തും കൂടെ വരണമായിരുന്നു? 1 9 എന്ന് പറയുന്നത് ആദ്യത്തെ എലമെന്റ് ആയി വരണം. 1 9 എന്ന് പറയുന്നത് ആറിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് 1 9 ഈസ് നോട്ട് എൻ എലമെന്റ് ഓഫ് റിലേഷൻ ആർ. അതുകൊണ്ട് ഇത് എന്തല്ല? ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇതെന്തല്ലാന്ന് കിട്ടി? ട്രാൻസിറ്റീവ് അല്ലാന്നും കിട്ടി. അപ്പൊ തന്നിരിക്കുന്ന റിലേഷൻ ഏതായിരുന്നു? R equal to ordered by xy such that 3x minus y equal to 0 for every x, y element of A എന്ന് പറയുന്ന റിലേഷൻ. അത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി. റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് എന്താണെന്ന് കണ്ടുപിടിച്ചു? അത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Consider a relation in the set of all real numbers such that R equal to ordered pair xy such that x equal to y, x comma y element of R. Show that the relation is equivalence relation. അതായത് എന്താണ്? ഇവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. റിലേഷൻ എന്താണ്?
R എന്ന് പറയുന്ന റിലേഷൻ എന്താണ്? ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു വൈ, എക്സ് വൈ എലമെന്റ് ഓഫ് ആർ. എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആണ്, ആറിലത്തെ എലമെന്റ്സുകളാണ്. ഇനി തന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു വൈ എന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് ദ റിലേഷൻ ഈസ് ഇക്വാലൻസ് റിലേഷൻ. തന്നിരിക്കുന്ന റിലേഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഇക്വാലൻസ് റിലേഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് ഞാൻ എന്തെന്നെടുത്തു? ആദ്യം ഇക്വാലൻസ് റിലേഷൻ ആവാൻ എന്തായിരിക്കണം? അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യും. വെൻ എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് എന്ന് പറയുന്ന എലമെന്റിന് ഈക്വൽ ആയിട്ട് എന്ത് തന്നെ ഉണ്ടാവുള്ളൂ? എക്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതായത് എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. എക്സ് എന്ന് എടുക്കുന്നതായാലും വൈ എന്ന് എടുക്കുന്നതായാലും അത് എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അതിൽ എങ്ങനെ വരണം? എക്സ് ഈക്വൽ ടു വൈ, അതായിരിക്കണം സെറ്റില്, റിലേഷൻ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവേണ്ടത്. ഞാൻ എന്ത് എടുത്തു? വെൻ എക്സ് ഈക്വൽ ടു എക്സ്, എക്സിന് ഈക്വൽ ആയിട്ട് എക്സ് തന്നെയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുകയാണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് എക്സ് എന്തിലുണ്ട്? ആർ എന്ന് പറയുന്ന റിലേഷനിലുണ്ട്. കാരണം എന്താണ്? വെൻ എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് എന്ന് പറയുന്ന നമ്പറിന് ഈക്വൽ ആയിട്ട് എക്സ് എന്ന് പറയുന്ന നമ്പർ തന്നെയാണ്. നമുക്കറിയാം എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കും? ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എടുത്താൽ ഓർഡേർഡ് പെയർ എക്സ് എക്സ്, വൈക്ക് പകരമാണ് ഇവിടെ എക്സ് എന്ന് വന്നത് അല്ലെ. അപ്പൊ ഓർഡേർഡ് പെയർ എക്സ് എക്സ് എന്ന് പറയുന്നത് എന്തിലുണ്ട്? ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടെന്ന് കിട്ടും. അതായത് ദാറ്റ് ഇംപ്ലൈസ് ആർ എന്താണെന്ന് പറയാം? ആർ ഈസ് റിഫ്ലെക്സീവ്. ആർ ഈസ് റിഫ്ലെക്സീവ്. ഇനി അടുത്തത് എന്താണ്? നമുക്ക് സിമ്മട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് ഞാൻ എന്ത് ചെയ്തു? എക്സ് വൈ എന്ന് പറയുന്ന എലമെന്റ് ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടെന്ന് എടുത്തു. എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടെന്ന് എടുത്തു. എന്ന് വെച്ചാൽ എന്താണ്? എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ വരണം അല്ലെ. അതായത് എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ട് എന്ന് വെച്ചാല് എക്സ് ഈക്വൽ ടു വൈ എന്നാണ് അർത്ഥം. ഇനി എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ നമുക്ക് എന്തെന്നും കൂടെ എഴുതാം? വൈ ഈക്വൽ ടു എക്സ് എന്നും കൂടെ എഴുതാലോ അല്ലെ. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നതും വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതും എന്താ? സെയിം ആയിട്ടുള്ള കാര്യമാണ്. എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് പറയുന്നത് ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് ഇതിൽ നിന്നും കിട്ടി. വൈ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഓർഡേർഡ് പെയർ വൈ എക്സ് എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കണം? ആറിലുണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പൊ വൈ എക്സ് എക്സ് വൈ എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് എടുത്തു. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? വൈ എക്സ് എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആറില് വരുന്നു എന്നും കിട്ടി. അതായത് ആർ എന്ന് പറയുന്നത് എന്താണെന്ന് വന്നു? ആർ ഈസ് സിമ്മട്രിക്. ആർ ഈസ് സിമ്മട്രിക്. ഇനി അടുത്തത് നോക്കാം. അപ്പൊ നമുക്ക് സിമ്മട്രിക് ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഇക്വലൻസ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അടുത്തത് എന്ത് പ്രൂവ് ചെയ്യണം? ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ എക്സ് വൈ കോമ വൈ സെഡ് എന്ന രണ്ട് ഓർഡേർഡ് പെയേഴ്സ് ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടെന്ന് എടുത്തു. എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും വൈ സെഡ് എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും ആറിൽ ഉണ്ടെന്ന് എടുത്തു. എക്സ് വൈ ആറിൽ ഉണ്ടെന്ന് വെച്ചാൽ എന്താണ്? ഓർഡേർഡ് പെയർ എക്സ് വൈ ആറിൽ ഉണ്ടെന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു വൈ ആണെന്നാണ് അല്ലെ. അപ്പൊ എക്സ് വൈ ആറിൽ ഉണ്ടെന്ന് വെച്ചാൽ എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു വൈ എന്നാണ്. അതുപോലെ തന്നെ വൈ സെഡ് എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആറിൽ ഉണ്ടെന്ന് വെച്ചാൽ എന്തായിരുന്നു? വൈ ഈക്വൽ ടു സെഡ് ആണെന്നും കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എക്സ് വൈയും വൈ സെഡും ആറിലുണ്ടെങ്കിൽ എക്സ് സെഡ് എവിടെ ഉണ്ടെന്ന് കിട്ടണം? ആറിലുണ്ടെന്ന് കിട്ടണം. അതിന് നമ്മൾ ഇതുപോലെ എഴുതി. ഇനി ഇത് നോക്കിയേ, എക്സ് ഈക്വൽ ടു വൈ എന്നുണ്ട്, വൈ ഈക്വൽ ടു സെഡ് എന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് ഈക്വൽ ടു സെഡ് എന്ന് എഴുതാം. എക്സ് എന്ന് പറയുന്നത് സെഡിന് ഈക്വൽ ആണെന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു സെഡ് ആണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് സെഡ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാകണം? ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടാകണം. അതായത് ദാറ്റ് ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ എക്സ് സെഡ് എലമെന്റ് ഓഫ് ആർ എന്ന് കിട്ടി. അപ്പൊ എന്താണ് കിട്ടി? therefore ആർ ഈസ് ട്രാൻസിറ്റീവ്. ആർ ഈസ് ട്രാൻസിറ്റീവ് എന്നും കിട്ടി. ആർ എന്ന് പറയുന്നത് അപ്പൊ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ആർ എന്ന് പറയുന്ന റിലേഷൻ എന്തായിരിക്കും? ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് as ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി
ordered pair AB such that A less than or equal to B square is neither reflexive nor symmetric nor transitive. അതായത് R എന്ന് പറയുന്ന ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. R equal to set ordered pair AB such that A less than or equal to B square. ഈ തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നോക്കിയേ, എയും ബിയും എവിടത്തെ എലമെന്റ്സ് ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കണത്? ആർ ഇൻ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇതിൽ തന്നിരിക്കുന്ന ആറിൽ വരുന്ന എലമെന്റ്സ് എല്ലാവരും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വലിയ സെറ്റ് ആണ് അല്ലെ? റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സും ഉൾപ്പെട്ടിട്ടുള്ള വലിയൊരു സെറ്റാണ് റിയൽ നമ്പേഴ്സ്. അതിൽ ഫ്രാക്ഷൻസ് വരും, റൂട്ട്, അതേപോലെ നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സും ഉൾപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, നമുക്ക് ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആറ് റിഫ്ലക്സീവ് അല്ല എന്ന് വെച്ചാൽ എന്താണ്? എ എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം? ആറിൽ വരുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ അത് റിഫ്ലക്സീവ് അല്ല എന്ന് കിട്ടും. നമുക്കിത് നമ്പേഴ്സ് വെച്ച് നോക്കാം. എക്ക് പകരം ഞാൻ ഇവിടെ -1 എന്നുള്ളത് കൊടുത്തു. -1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമുക്ക് എടുക്കാവുന്ന വാല്യൂസ് എന്താണ്? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. എ എന്ന് പറയുന്നത് -1 എന്ന് കൊടുത്താൽ നോക്കിയേ, -1 എന്ന് പറയുന്ന എലമെന്റ് ആറിൽ ഉണ്ടാവണം. ആറിൽ ഉണ്ടാവണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം കണ്ടീഷൻ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് വരണം. നമ്മൾ ഇവിടെ എടുക്കുന്ന നമ്പേഴ്സ് ഇപ്പൊ ഇത് എയും ഇത് ബിയും ആയിരിക്കും. ഇവിടെ രണ്ടും സെയിം ആണ്. ആദ്യത്തെ എലമെന്റ് എയും, ഓർഡേർഡ് പെയറിൽ ആദ്യം കിടക്കുന്ന എലമെന്റ് എയും, രണ്ടാമത് കിടക്കുന്ന എലമെന്റ് ആണ് ബി എന്ന് എടുക്കേണ്ടത്. ഇനി കണ്ടീഷൻ ഇവിടെ എങ്ങനെയാണ് റിലേഷൻ പറഞ്ഞേക്കണത്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്നത് -1 എന്ന് എടുത്തു. നമ്മൾ നമ്പേഴ്സ് വെച്ച് ചെയ്ത് നോക്കാൻ പോണം. എ എന്ന് പറയുന്നത് -1 എന്ന് എടുത്താല് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയുടെ പ്ലേസിൽ എന്താണ് കിടക്കുന്നത്? -1. അപ്പൊ -1 സ്ക്വയർ എന്ന് വരും. അതായത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1ന്റെ സ്ക്വയർ +1. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ശരിയാണ് അല്ലെ? ഇൻഇക്വാലിറ്റി, അതായത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. -1 എന്ന് പറയുന്നത് 1നേക്കാളും ചെറിയ നമ്പർ ആണ്. ഈ അങ്ങനെയാണെങ്കിൽ -1 എന്ന് പറയുന്നത് എന്തിലുണ്ടാകും? ആറിലുണ്ടാകും. ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്നാണ്. നമുക്ക് റിയൽ നമ്പേഴ്സ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് -1 എന്ന് പറയുന്ന എലമെന്റ് ആറിലുണ്ടാകും. നമ്മൾ എടുക്കുന്ന എല്ലാ നമ്പേഴ്സും എന്തിൽ വരണം? ആർ എന്ന് പറയുന്നതിൽ വരണം. അതായത് ഇനി എ എന്ന് പറയുന്ന എലമെന്റ് ഞാൻ 1/2 എന്ന് കൊടുത്തു. എന്ന് പറയുന്നത് 1/2 കൊടുത്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ 1/2 എന്ന് പറയുന്നതും ആറിൽ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ? ആറിലുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ. എന്തായിരിക്കണം? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 സ്ക്വയർ എന്നാണ് വരേണ്ടത് അല്ലെ? അതായത് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2ന്റെ സ്ക്വയർ എന്താണ്? 1/4 ആണ്. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് ശരിയാണോ നോക്കിയാൽ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4. 1/2 എന്ന് പറയുന്നത് 1/4നേക്കാളും ചെറുതാണെന്ന് തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റി തെറ്റാണ് അല്ലെ? 1/2 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 എന്നാണ്. അതായത് 1/2 എന്ന് പറയുന്ന ഈ റിലേഷൻ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ റിലേഷൻ, ഈ പറയുന്ന നമ്പർ 1/2 എന്ന് പറയുന്ന നമ്പർ ഓർഡേർഡ് പെയർ എന്ത് ചെയ്യുന്നില്ല? ഈ റിലേഷനിൽ വരുന്നില്ല. അതുകൊണ്ട് ഈ ആർ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാകുമോ? 1/2 എന്ന് പറയുന്ന എലമെന്റ് എന്തിൽ വരൂല? ആർ എന്ന് പറയുന്ന സെറ്റില്, റിലേഷന്റെ സെറ്റില് ഈ ഓർഡേർഡ് പെയർ വരൂല. ഇത് വരൂലെങ്കിൽ ഈസ് നോട്ട് എൻ എലമെന്റ് ഓഫ് ആർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആറിലത്തെ എലമെന്റ് അല്ല 1/2 എന്നത് കൊണ്ട് ആർ എന്ന് പറയുന്നത് എന്തല്ല? ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് എന്ന് കിട്ടി. അടുത്തത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് എന്ന് കിട്ടി. അടുത്തത് ആർ ഈസ് നോട്ട് സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ആർ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നിരുന്നു. ഓർഡേർഡ് പെയർ എ ബി ആയിട്ടാണ് ആറിലുള്ള എലമെന്റ്സ് ഒക്കെ കിടക്കുന്നത്. സച്ച് ദാറ്റ് എന്തായിരിക്കണം? ഈ എ ബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത്, എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്നായിരിക്കണം. ഇനി നമുക്ക് അടുത്തത് സിമെട്രിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഞാൻ ഇന്നെടുത്തു ഒരു എലമെന്റ് 1, 2 എന്ന് പറയുന്ന എലമെന്റ് എന്തിലുണ്ടെന്ന്? ആർ എന്ന് പറയുന്ന
സെറ്റിലുണ്ട്. 1 2 എന്ന് പറയുന്ന എലമെന്റ് R എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടെന്ന് എടുത്തു. അതായത് 1 2 എന്ന് പറയുന്ന എലമെന്റ് R എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ സിമ്മട്രിക് ആവാൻ എന്തായിരിക്കണം? 2 1 ഉം R-ൽ ഉണ്ടാവണം അല്ലേ? ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? നോട്ട് സിമ്മട്രിക് എന്നാണ്. അതായത് 2 1 എന്തിലില്ലാന്ന് പ്രൂവ് ചെയ്താൽ മതി? R-ൽ ഇല്ലാന്ന് പ്രൂവ് ചെയ്താൽ മതി. 1 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ R-ൽ ഉണ്ടെന്ന് എടുക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യാ? 2 1 എന്ന് പറയുന്നത് R-ൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്താൽ അത് സിമ്മട്രിക് അല്ല എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കാം. 1 2 എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. 1 2 എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് R എന്ന് വെച്ചാൽ എന്തായിരിക്കണം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ബിയുടെ പ്ലേസിലാണ് ഇവിടെ 2 വന്നേക്കണത് അല്ലെ? എയുടെ പ്ലേസിൽ 1 ഉം ബിയുടെ പ്ലേസിൽ 2 ഉം. അപ്പൊ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ. 2 സ്ക്വയർ, അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ 4. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ് അല്ലെ? 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാലിറ്റി 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്താണ്? 1 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ R-ൽ ഉണ്ടാകും. ഇനി ഇത് സിമ്മട്രിക് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് 2 1 എന്തിലില്ല എന്ന് പ്രൂവ് ചെയ്യുക? R-ൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്താല് എന്താണെന്ന് കിട്ടും? R എന്ന് പറയുന്നത് സിമ്മട്രിക് അല്ല എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് നോക്കാം. 2 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എടുത്തു. അത് R-ൽ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്നാണ് വരാ അല്ലെ? അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. 2 എന്ന് പറയുന്നത് 1-നേക്കാളും ചെറിയ നമ്പർ ആണെന്നാണ് ഇവിടെ ഇൻഇക്വാലിറ്റിയിൽ പറയുന്നത്. അത് ശരിയല്ല. അതായത് 2 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണില്ലെങ്കിൽ അതിന്റെ അർത്ഥം 2 1 നോട്ട് ആൻ എലമെന്റ് ഓഫ് R. 2 1 എന്ന് പറയുന്നത് അപ്പൊ എന്തിൽ വരൂല? R എന്ന് പറയുന്ന റിലേഷനിൽ വരൂല. അതായത് 1 2 എന്ന് പറയുന്നത് R-ൽ ഉണ്ടെന്നും കിട്ടി, 2 1 എന്ന് പറയുന്നത് R-ൽ ഇല്ല എന്നും കിട്ടി. അതായത് എന്താണ്? therefore R എന്ന് പറയുന്നത് എന്തായിരിക്കും? നോട്ട് സിമ്മട്രിക്. R എന്ന് പറയുന്നത് സിമ്മട്രിക് അല്ല എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? R എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. R ട്രാൻസിറ്റീവ് അല്ല. അതായത് എന്തായിരിക്കണം? AB എന്ന് പറയുന്ന എലമെന്റും BC എന്ന് പറയുന്ന എലമെന്റും R-ൽ ഉണ്ടെന്ന് നമ്മൾ എടുക്കും. എന്നിട്ട് എന്തെന്ന് കിട്ടണം? AC എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ R-ൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്താണെന്ന് കിട്ടിയത്? ട്രാൻസിറ്റീവ് അല്ല എന്ന് കിട്ടും. ഇനി AB എന്ന് പറയുന്നതിന് പകരം ഞാൻ ആദ്യത്തെ എലമെന്റ് ABക്ക് പകരം ഞാൻ എന്തെടുക്കാൻ പോണ്? 5 4 എടുക്കാൻ പോകുന്നു. AB എന്ന് പറയുന്ന ഓർഡേർഡ് പെയറിന് പകരം 5 4 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എടുക്കാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം R എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് ഓർഡേർഡ് പെയർ AB such that A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B സ്ക്വയർ എന്നാണ് അല്ലെ? A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B സ്ക്വയർ എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് ഇത് എങ്ങനെ എഴുതാം? AB, A എന്ന് പറയുന്നത് 5 ഉം B എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 സ്ക്വയർ എന്ന് വരും. അതായത് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഈ തന്നിരിക്കുന്ന ഇൻഇക്വാലിറ്റി കറക്റ്റ് ആണ് അല്ലെ? 5 എന്ന് പറയുന്നത് 16-നേക്കാളും ചെറിയ നമ്പർ ആണ്. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 5 4. ദാറ്റ് ഇംപ്ലൈസ് 5 4 എന്ന് പറയുന്നത് എന്തിലുണ്ടാവും? എലമെന്റ് ഓഫ് R. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. അതുകൊണ്ട് 5 4 എന്ന് പറയുന്നത് R എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടാകും. ഇനി അടുത്ത എലമെന്റ് 5 4 എടുത്താൽ ഞാൻ അടുത്തൊരു എലമെന്റ് 4 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എടുക്കുകയാണ്. ഈ 4 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എലമെന്റ് ഓഫ് R എടുക്കുകയാണ് അല്ലെ? AB-യും BC-യും നമ്മൾ R-ൽ ഉണ്ടെന്ന് എടുത്തിട്ട് AC R-ൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. എന്തിന്? ട്രാൻസിറ്റീവ് അല്ല എന്ന് കിട്ടാൻ. ഇനി 4 2 എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് R-ലത്തെ ഒരു ഓർഡേർഡ് പെയർ ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ R-ൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻ എന്ത് ചെയ്യണം? ഈ 4 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B സ്ക്വയർ അല്ലെ? ബിക്ക് പകരം ഇവിടെ 2 ആണ്. അപ്പൊ 2 സ്ക്വയർ വരും. അതായത് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ 4 തന്നെ. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനും എന്ത് ശരിയാണ്. കാരണം എന്താ? ഇവിടെ ഒരു ഈക്വൽ ടു എന്നും കൂടെ വന്നിട്ടുണ്ട് അല്ലെ? 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. അതായത് A എന്ന് പറയുന്നത് ബിയുടെ സ്ക്വയറിനേക്കാളും ചെറുതാകണം അല്ലെങ്കിൽ ഈക്വൽ ആവണം. ഇവിടെ എന്താണ് വന്നേക്കണത്? ഈക്വൽ ആയിട്ടാണ് വന്നേക്കണത്. അതുകൊണ്ടും എന്ത് കിട്ടി? 4 2. ഈ പറയുന്ന കണ്ടീഷൻ
സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇതിലുള്ളത് പോലെ തന്നെയാണ്. അതായത് 4 2 എന്ന് പറയുന്നത് എന്തിലുണ്ട്, R എന്ന് പറയുന്ന സെറ്റിലുണ്ട്, R എന്ന് പറയുന്ന റിലേഷനിലുണ്ടെന്ന് കിട്ടി. ഇനി അടുത്തതാണ് നമുക്ക് ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് അല്ലെ. അതെന്താണ് കിട്ടേണ്ടത്, ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എയും സിയും എന്തിലില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി, ആറിൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിന് ഞാൻ എന്തെന്ന് എടുത്തു നോക്കേ, ഇവിടെ 5 4, ഇവിടെ 4 2, എ ബി ബി സി. ഇനി അങ്ങനെയാണെങ്കിൽ എ സി ആണ് വേണ്ടത്. അതായത് 5 ഉം 2 ഉം, എയുടെ പ്ലേസിൽ കിടക്കുന്നത് 5 ഉം സിയുടെ പ്ലേസിൽ കിടക്കുന്നതാണ് ഏത്, 2 ഉം. ആ രണ്ട് ഓർഡേർഡ് പെയർസ് എന്തെന്ന് പറയണില്ല, R എന്ന് പറയുന്ന സെറ്റിൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് ഞാൻ എന്തെടുത്തു, 5 2 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ആറിൽ ഉണ്ടെന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 5 2 ആറിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കണം, A ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്നാണ് വരുന്നത്. അതായത് എക്ക് പകരം ഇവിടെ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ പ്ലേസിൽ കിടക്കുന്നതാണ് 2 2ന്റെ സ്ക്വയർ അല്ലെ. അതായത് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ എത്രയാണ്, 4 ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇനിക്വാളിറ്റി കറക്റ്റ് ആണോ, അല്ല. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. 5 എന്ന് പറയുന്നത് 4നേക്കാൾ ചെറുതാണെന്ന്. ആ പറയുന്നത് ശരിയായിട്ടുള്ള ഇനിക്വാളിറ്റി അല്ല, കറക്റ്റ് അല്ല. അതുകൊണ്ട് 5 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് വന്നതുകൊണ്ട് 5 2 എന്ന് പറയുന്ന ഈ ഓർഡേർഡ് പെയർ എന്തിലുണ്ടാകൂല, 5 2 എന്ന് പറയുന്ന ഈ ഓർഡേർഡ് പെയർ എന്തിലുണ്ടാകൂല, R എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടാകൂല. അതായത് ഓർഡേർഡ് പെയർ 5 2 നോട്ട് ആൻ എലമെന്റ് ഓഫ് R എന്ന് കിട്ടി. അതായത് ഇതെന്തല്ല, ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. തന്നിരിക്കുന്ന റിലേഷൻ എന്തെല്ലാം കിട്ടി, ട്രാൻസിറ്റീവ് അല്ലാന്നും കിട്ടി. ഇത് റിയൽ നമ്പേഴ്സ് ആണ് ചെയ്യാൻ പറയുന്നത്. റിയൽ നമ്പേഴ്സ് കുറച്ച് നമ്പേഴ്സ് എടുത്ത് ഓർഡേർഡ് പെയർ ആക്കി നമ്മൾ എന്ത് ചെയ്തു, ഇത് റിഫ്ലക്സീവ് അല്ലാന്നും സിമെട്രിക് അല്ലാന്നും ട്രാൻസിറ്റീവ് അല്ലാന്നും പ്രൂവ് ചെയ്തു. ക്ലിയർ ആണല്ലോ. അപ്പൊ റിലേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന്, നമ്മുടെ ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആണ്, അതിൽ നിന്ന് റിലേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കാം.